भावनया विपञ्च गायत्यनन्दचरितं तव नारदोऽपि भाषा समग्रमतरुत्तरचाररम्यं സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസമായില്ലേ? ഇനിയെങ്കിലും ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി കൂടെ? ഇതെവിടുന്ന് കിട്ടി? ആ ഒരു പുള്ളി കൊണ്ട് തന്നിട്ട് പോയതാ. ഞാനിത് ബസ്സിൽ വെച്ച് മറന്നാണല്ലോ. അത് തന്നെയാണ് ആ പുള്ളിയും പറഞ്ഞത്. ആരാത്? കാണാനില്ല. ഹലോ, സാരി ഇഷ്ടമായിരുന്നോ? നിങ്ങൾ ആരാ? എന്തിനാ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അയക്കുന്നേ? വൈകിട്ട് ലുലുമാളിലേക്ക് വാ. പറ്റില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കും. എടുത്ത് എനിക്ക് എന്താ വേണ്ടത്? അതല്ലേ പറഞ്ഞേ, ലുലുമാളിലേക്ക് വാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആരാ? എന്തിനാ എനിക്ക് സാരി ഒക്കെ വാങ്ങി അയക്കുന്നേ? അമ്മ എപ്പോഴും ഓണക്കോട് മേടിക്കുമ്പോഴേ ഈ ലുലു സെലിബ്രേറ്റിനെ മേടിക്കണം. ഹാൻഡ്ലൂംസിനൊക്കെ ഉഗ്രം കളക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഓണം പ്രമാണിച്ചാണ് എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? പറയാം. ഓഗസ്റ്റ് 31 വരെ ലുലു മോളിൽ സൗഭാഗ്യോത്സവം നടക്കാം. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് കാർ സമ്മാനമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടുന്ന് ഗോൾഡും കിട്ടിയായിരുന്നു. എടോ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് അറിയാൻ പാടാത്ത കാര്യം താൻ ആരാ? എന്തിനാ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിരുന്നെന്നാ? ശരി പറയട്ടെ. ഒരു 6 മാസം മുമ്പ് തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. തന്റെ മുഖത്തിരിക്കുന്ന കണ്ണന്റെ അമ്മയുടെ തന്നെ പോലെ തന്നെയാണല്ലോ എൻ്റെ അമ്മ. ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്റ്റേജിൽ കണ്ണ് നിറച്ച ആൾക്കാരുണ്ടപ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസ് വേണമെന്നുള്ള. എടോ സോറി, എനിക്ക് അറിയില്ലായിരുന്നു. സാറില്ല, താങ്ക് യു. ഒറ്റയാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഗിഫ്റ്റ് കേൾക്കുന്നതേ അമ്മ ഓർത്തിട്ടാ. അമ്മ വണ്ടി ഇങ്ങനെ ആയിരുന്നു, ഓണം ആകുമ്പോഴേക്കും ലുലു മോളിൽ ഓഫർ ഉണ്ടെന്ന് കേൾക്കും. താങ്ക് യു. അതെ, അടുത്ത ആഴ്ച ഗുരുവായൂർക്ക് വരുന്നുണ്ടോ? എന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അമ്മ പറഞ്ഞ പോലെ കണ്ണു നിറച്ച ആൾക്കാരുണ്ടാവും. അമ്മയുടെ മോനും വരണം.